കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. വളരെ സന്തോഷമായി. ഉച്ചപൂജ അന്ന് ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. കളഭച്ചാർത്തുണ്ടായത് പഴയം സുമേഷോദിക്കനാണ്. വളരെ നന്നായിട്ട് ഒരു ഉണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട് ആ ശ്രീലകത്ത്. എന്താ രസം കാണാൻ. ആ കയ്യിൽ ഒരു വെണ്ണ ഉരുളുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണ ഉരുളുണ്ട്. ഇടത്തെ കയ്യിൽ ഒന്നിങ്ങനെ നമ്മളെ ഒരു കക്ഷത്തേക്ക് പിടിക്കണ മാതിരി ഇങ്ങനെ ചാരിയിട്ട് പിടിച്ചിട്ടുണ്ട് ഒരു വെണ്ണക്കുടം. ആ വെണ്ണക്കുടം ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് വരിഞ്ഞിങ്ങനെ മുറുക്കിയിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് വലത്തെ കൈ കൊണ്ട് വെണ്ണ എടുത്തിട്ട് കഴിക്കാനുള്ള ശ്രമത്തിലാണ് ആൾ. വളരെ സന്തോഷത്തിലാണ് ആളിങ്ങനെ ഇരിക്കുന്നത്. എന്താ ആ വെണ്ണക്കുടത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടേ ആ കയ്യിലെ വെണ്ണക്കുടത്തിലേക്ക് തന്നെ നോക്കണമെന്നാണ് തോന്നുന്നത്. കാഴ്ച കാണാൻ അങ്ങനെയാണ്. വളരെ രസമാണ് കാണാൻ. അപ്പോൾ വളരെ കേമായിട്ട് അതിങ്ങനെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് സുമേഷ് ഓദിക്കൻ. ഓടക്കുഴൽ അരയിലും തിരുകിയിട്ടുണ്ട്. പൊന്നിൻ കിരീടം വെച്ചിട്ടുണ്ട്. പീലിയുണ്ട്, പീലി തിരിമുടിയുണ്ട്. പിന്നെ ഉണ്ടമാല ഉണ്ട്. നല്ല തിരുമുടിമാല ഉണ്ട്. തിരുമുടിമാല നല്ല തെച്ചിപ്പൂവും തുളസിപ്പൂവും ഒക്കെ പാടെ ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് 3 തരത്തിലുണ്ട്. തെച്ചിപ്പൂവും ഒക്കെ പാടുള്ള ആ ഒരു തിരുമുടിമാല. വളരെ സന്തോഷമായിട്ടാണ് ആൾ നിൽക്കുന്നത്. ഇന്നിപ്പോൾ വലിയ വലിപ്പമുള്ള കുട്ടിയൊന്നുമല്ല. ആ ഉണ്ണിക്കണ്ണനാണ്. ഒരു 1.5-2 വയസ്സൊക്കെയാണ് തോന്നുക പ്രായം. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ നിഷ്കളങ്ക ഭാവത്തിലാണ് അങ്ങനെ നിൽക്കുന്നത്. എന്താ ഇതിപ്പോൾ മാവുണ്ടാൻ കിട്ടിയെന്ന് പറഞ്ഞ മാതിരി വെണ്ണ കഴിക്കാം. മാവുണ്ടതിനെക്കാട്ടിലും നല്ലത് വെണ്ണയല്ലേ ആ ഉണ്ണിക്കണ്ണനെ. അപ്പോൾ യശോദാമ്മ ആ വെണ്ണക്കുടം അങ്ങനെ കൊടുത്തിട്ടേ, വെണ്ണക്കുടം കൊടുത്തതാണോ ആൾ എടുത്തതാണോ എന്നറിയില്ല. എന്തായാലും കയ്യിൽ ആ വെണ്ണക്കുടം അങ്ങനെ കിട്ടിയിട്ട് അന്ന് ആ വെണ്ണ കഴിക്കുന്ന ആ ഒരു രൂപത്തിലാണ് ഇന്ന് ആ ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ്റെ ആ രൂപത്തിലിങ്ങനെ നിൽക്കുന്നത്. ആ വെണ്ണക്കണ്ണനായിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് ഭക്തരെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പൻ്റെ വയറൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളെയൊക്കെ ആ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ആ ഒരു രൂപമാണെന്ന്. അപ്പോൾ എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ വെണ്ണക്കണ്ണൻ്റെ രൂപം മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ട് നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്നിട്ടിങ്ങനെ ആ അകത്തേക്ക് നോക്കി, ശ്രീലകത്തേക്ക് നോക്കി തൊഴുന്ന പോലെ നമ്മൾ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. അപ്പോൾ ആ ഗുരുവായൂർ വന്ന അനുഗ്രഹം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്ന് പൊതുവേ തിരക്ക് കുറവാണ്, ചൊവ്വാഴ്ചയാവുകൊണ്ട്. എന്നാലും ഉച്ചപൂജ കഴിഞ്ഞ നേരത്ത് കുറച്ച് തിരക്ക് ഉണ്ടായി. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു അന്തരീക്ഷമാണ്. പ്രസാദൂട്ടിനൊക്കെ അന്ന് തിരക്ക് കുറവ് തന്നെയാണ്. എല്ലാവർക്കും ഇന്ന് ചൊവ്വാഴ്ചകളിൽ പൊതുവെ തിരക്ക് കുറവാകും. വല്ല അവധി ദിവസമാണെങ്കിൽ മാത്രമാണ് കൂടുക. ഇന്നിപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും ഇന്ന് ദർശനം നടത്തിയ ആളുകൾക്കൊക്കെ എന്താ പറയുക, വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ പോലെ വെണ്ണക്കണ്ണനെ കണ്ട് മനസ്സ് നിറഞ്ഞു ാണ് ഇന്ന് എല്ലാവരും തിരിച്ചു പോയത്. കാരണം ഇന്നിപ്പോൾ ആരും ഉന്തിയാക്കുന്നു അങ്ങനെയൊന്നുമില്ല. വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.